ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ശക്തി നൽകുന്ന ഒരു വചനഭാഗം നമ്മളൊന്ന് വായിക്കാൻ പോവാണ്. നാളെ ഇത് വായിച്ചിട്ട് വേണം അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും കൂടി ചെയ്യാൻ. അപ്പോൾ ഒരു കുഞ്ഞു ഹോംവർക്കായിട്ടാണ് തരിക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നാളെ ഇതൊന്ന് 1, 2, 3 തവണയൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കണം. ഇപ്പം മുഴുവനായിട്ട് നമുക്ക് വായിക്കാൻ സമയമില്ല. പുതിയ ആകാശവും പുതിയ ഭൂമി എന്നുള്ളൊരു തീമിലാണ് കർത്താവ് ഒരു പ്രോമിസ് നൽകുക. ഒത്തിരി വിഷമത്തിലായിരുന്ന ഒരു ജനത്തോട്, ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോടൊക്കെ ആയിട്ട് ഒരു പ്രതീക്ഷ നൽകുന്ന വലിയ വലിയ അഭിഷേകത്തിൻ്റെ ഒരു വചനം. നിങ്ങളിത് ചുമ്മാ വായിച്ചാൽ പോരാ, നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് ചേർത്ത് ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ച് വായിക്കണം. കർത്താവ് ഇതെൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കാൻ പോകുന്നു, എന്നെ കർത്താവ് ശക്തിപ്പെടുത്താൻ പോകുന്നു. ഈ ഒരു പ്രതീക്ഷയോടുകൂടി വായിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനം കൊടുക്കാൻ വേണ്ടി കേട്ടോ. അവരിപ്പോൾ കടന്നു പോകുന്ന ആ ജീവിത സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഈ വചനം 30-60 ഒന്നല്ല, 100 മേനി ബലം ചൂടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനഭാഗം വായിക്കാൻ. ഏശയ്യാ 65-17 മുതൽ 25 വരെയുള്ള വാക്കുകൾ. ഇതിനകത്ത് ഒരു 2 വചനം മാത്രം അച്ഛൻ ഒന്ന് വായിക്കുക. അത് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ഒരുമിച്ച് വായിക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. 23-ാം വാക്യം ഇങ്ങനെയാണ്: അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ ഈ 2026-ാം ആണ്ടിൽ ആദ്യത്തെ കൺവെൻഷൻ, ഏകദിന കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ, അന്ന് വന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ഈശോ തന്നൊരു വചനമായിരുന്നു ഇത്. ഏശയ്യാ 65 അതിൻ്റെ 23-ാമത്തെ വാക്യം: അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹിക്കപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ വചനം, അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക: ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ വചനം വിശ്വസിക്കുമ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. നീ അധ്വാനിക്കുന്ന നിൻ്റെ ഈ അധ്വാനം വെറുതെ ആയി പോവില്ല, വൃഥാ ആവില്ലെന്ന് കർത്താവിൻ്റെ വചനം പ്രോമിസ് ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ ആയിരിക്കാം, മാതാപിതാക്കളെ ആയിരിക്കാം, നിങ്ങളുടെ അടുത്ത തലമുറയായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ആരെയാണോ ഓർത്തെ അവർക്ക് വേണ്ടി കൂടി വചനം പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ അധ്വാനം വെറുതെ ആവില്ല, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ അടുത്ത ജനറേഷൻ വരെ അനുഗ്രഹിക്കപ്പെടും, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. എന്നിട്ട് 24-ാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. ഈശോ ഒരു പ്രോമിസ് തരികയാണ്, വചനത്തിലൂടെ പ്രോമിസ് തരികയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ഞാനത് കേൾക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഒന്നിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട. ജസ്റ്റ് പ്രേ, ഗോ ആൻഡ് സ്ലീപ്പ്. ഇതെന്നാ ആകും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നടക്കുമോ, ഞാൻ സ്വപ്നം കാണുന്ന കാര്യം നടക്കുമോ, ഒന്നിനെക്കുറിച്ച് ഇന്നിപ്പോൾ രാത്രി ആകുലപ്പെടേണ്ട. ഇന്ന് ശാന്തമായിട്ട് കടന്നുറങ്ങ്. നാളെ നമുക്ക് നോക്കാം. നാളെ കർത്താവ് പ്രോമിസ് തന്നേക്കാണ്, നിൻ്റെ അധ്വാനം വെറുതെ ആവില്ലെന്ന്. ഇതിന് റിസൾട്ട് ഉണ്ടാകും. ശക്തമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഈശോ കൂടെ നിന്ന് അനുഗ്രഹിക്കും. നീ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് അത് കേൾക്കും. ഈശോയോട് അത് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കടന്നുറങ്ങുക. കർത്താവെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുകയാണ്. വിളിക്കുന്ന മുമ്പേ ഉത്തരമരുളുന്ന, പ്രാർത്ഥിച്ചു തരും മുമ്പേ അത് കേൾക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ആ സ്നേഹം ഇപ്പോൾ ഈ മക്കൾ അനുഭവിച്ചറിയട്ടെ. ഇവർ ഇന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ഇടപെടണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.